നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കല്യാണ മണ്ഡപം, കാറ്ററിംഗ് കമ്പനിക്കാരുടെ സദ്യ, ഇവന്റ് മാനേജ്മെന്റുകാരുടെ കലാപരിപാടികൾ, അങ്ങനെ ഉത്സവം പോലെ. അതൊക്കെ കേട്ടിട്ട് അവരെന്ത് പറഞ്ഞു? അവർക്ക് വളരെ വളരെ സന്തോഷമായി. ഉവ്, വളരെ സന്തോഷായി, നന്നായി. എന്നാ പിന്നെ ഞാൻ അടുക്കളയിലേക്ക് പൊയ്ക്കോട്ടെ. പോവാൻ വരട്ടെ. മുഴുവൻ പറഞ്ഞു തീർന്നില്ല. ബാക്കി പിന്നെ പറയാം. പിന്നെയല്ല, ഇപ്പൊ തന്നെ പറയണം. കല്യാണത്തിന് ഏകദേശം ഒരു 10 ലക്ഷം രൂപയെങ്കിലും ചെലവ് വരും. അതുകൊണ്ട് ആതിരയുടെ കല്യാണ ചെലവിന് വേണ്ടി പത്മാവതിയുടെ പേരിൽ സൂക്ഷിച്ചു വെച്ച ആ സ്ഥലം വിൽക്കുകയോ ലോൺ എടുക്കുകയോ ചെയ്യാം. എന്ത് വിട്ടുക ശിവേട്ട ഈ പറയുന്നേ? അതുപോലൊരു സ്ഥലം കൈവിട്ട് പോയാ ഈ ജന്മം നമുക്ക് അങ്ങനെയൊന്നും വാങ്ങാൻ പറ്റുമോ? വിൽക്കണ്ട, ആ വസ്തു ഈട് വെച്ച് ലോൺ എടുക്കാമല്ലോ. പിന്നീട് അത് കുറച്ച് കുറച്ച് അടച്ചു തീർത്ത് ആ വസ്തു നമുക്ക് സ്വന്തമാക്കുകയും ചെയ്യാം. അതൊന്നും ശരിയാവില്ല. ശരിയാവില്ലേ? അന്ന് ശരിയാവാത്ത എന്റെ സ്ഥലം തരാൻ പറ്റില്ല. അത് തന്നെ. നിന്റെ സ്ഥലം നീ അധ്വാനിച്ച് സമ്പാദിച്ച് വാങ്ങിയ സ്ഥലമാണോ അത്? നിന്റെ ചേച്ചി പത്മാവതി ഞാൻ അയച്ച കാശ് കൂട്ടി വെച്ച് വാങ്ങിച്ച സ്ഥലമാ അത്. അതൊക്കെ പഴയ കഥ. ഇപ്പോഴത് എന്റെ സ്ഥലം. ആർക്കും കൊടുക്കാൻ ഒരുക്കല്ല ഞാൻ. എന്താ ചെയ്ത്? പിന്നെ അവൾ പറഞ്ഞ ധിക്കാരം നീ കേട്ടില്ലേ? എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നേ? പിന്നെ പറയാതെ. എന്റെ സ്ഥലം കൊടുത്തിട്ട് ഇവളുടെ കല്യാണം ആഘോഷമാക്കണം അത്രേ. മേനി കാണിച്ച് വിലസണം അത്രേ. ഉത്സവം, ഡാൻസ്, പാട്ട്, കൂത്ത്. ഇവളുടെ കല്യാണം വല്ല അമ്പലനടയിൽ വെച്ച് നടത്തിക്കൂടെ? പിന്നെയും പറയാ നിന്റെ സ്ഥലമാണെന്ന്. പിന്നെ പറയാതെ. എന്റെ പേരില അത്. നിങ്ങൾ കല്യാണ ചെലവിലുള്ള കാശിന് മറ്റെന്തെങ്കിലും വഴി നോക്ക. എന്റെ മകളുടെ കല്യാണ കാര്യത്തിന് മറ്റെന്തെങ്കിലും വഴി നോക്കേണ്ട ആവശ്യം എനിക്കില്ല. ഇല്ലെങ്കിൽ ഈ പെണ്ണ് കല്യാണം ആവാതെ മൂത്ത് നിറച്ച് ഇവിടെ തന്നെ ഇരിക്കേണ്ടി വരും. പത്മിനി, ഇന്ന് വൈകുന്നേരം 5 മണി വരെ ഞാൻ നിനക്ക് സമയം തരും.